കാർത്തിക, രോഹിണി, മകയിരം, പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഉൾപ്പെടുന്ന 12 നക്ഷത്രക്കാരായിട്ടുള്ള 4 രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് ഏപ്രിൽ 23 തീയതി ബുധനാഴ്ച ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ വളരെയേറെ സുപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. കാരണം അന്നേ ദിവസം ചന്ദ്രൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി ഈ 12 നക്ഷത്രക്കാരിലും ഏറ്റവും വിശേഷപ്പെട്ട നവപഞ്ചമയോഗം രൂപപ്പെടുകയാണ്. ചന്ദ്രൻ്റെ രാശിമാറ്റത്തോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവവും ഈ നക്ഷത്രക്കാരിൽ ഗുണകരമായി ഈ ഭാഗ്യയോഗം സൃഷ്ടിക്കുന്നതിനാൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും ഈ ഏപ്രിൽ 23 തീയതി ബുധനാഴ്ച നടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഈ ഏപ്രിൽ മാസം 23 തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഏപ്രിൽ 23 തീയതി ബുധനാഴ്ച ചന്ദ്രൻ്റെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവവും കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ശുഭകാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന ആദ്യത്തെ രാശിക്കാർ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഈ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തകർന്നിരിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റു ചില പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായി മനസമാധാനം എന്താണെന്നുള്ളത് പോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ 23 തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ദീർഘകാലമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ടും കാര്യതടസ്സങ്ങൾ നേരിട്ടിരുന്ന ചില കാര്യങ്ങൾക്ക് പൂർത്തീകരണം കാണുവാൻ നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാകും. അതുപോലെ തന്നെ ഇടവം രാശിക്കാരായി വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൊതുവേദിയിലും ഇതുവരെ കയറി നിന്ന് സംസാരിച്ചിട്ടില്ലാത്ത ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പൊതുവേദിയിൽ കയറി നിന്ന് സംസാരിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവമായി മാറുവാനും പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ 23 ബുധനാഴ്ച ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ ഗ്രഹങ്ങളുടെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടും കർമ്മ മേഖലയിലും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മാനസികമായ സന്തോഷവും ആരോഗ്യത്തിന് മെച്ചപ്പെട്ട അവസ്ഥകളും അനുഭവിച്ചറിയുവാൻ കഴിയും. ഇനി രണ്ടാമതായി ഏപ്രിൽ മാസം 23 തീയതി ബുധനാഴ്ച ചന്ദ്രൻ്റെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട്
ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ശമനം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന രാശിക്കാർ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരിൽ പൊതുവെ ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും നിലനിൽക്കുന്നത്. നിങ്ങൾ വളരെ ചിന്തിച്ച് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ഏപ്രിൽ 23 തീയതി എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളെ നേട്ടത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുള്ള കുറച്ച് പണം അത് ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില നിക്ഷേപ പദ്ധതികൾ തുടങ്ങി വയ്ക്കുവാനുള്ള ഭാഗ്യവും കർക്കിടകം രാശിക്കാരിൽ ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരിൽ ഒരു ജോലിയില്ലാതെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്ത് സ്വന്തമായി ഒരു ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. എന്നാൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എല്ലാ കണക്ക് കാര്യങ്ങളിലും നിങ്ങളുടേതായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിവെക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കർക്കിടകം രാശിക്കാരിൽപ്പെടുന്ന ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ചില വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുമുള്ള അനുമതി ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിനെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉളവാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് മാനസിക വിഷമതകളും മാനസിക സംഘർഷങ്ങളും വളരെയധികം നേരിടുന്ന സമയത്ത് ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹവും കരുതലും നിങ്ങളെ ശക്തരാക്കും. പൊതുവെ മാനസികപരമായും ആരോഗ്യപരമായും വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയായിരിക്കും കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ 23 തീയതി ഉണ്ടാകുവാൻ പോകുന്ന നവപഞ്ചമയോഗം കൊണ്ട് ലഭിക്കുന്നത്. ഇനി മൂന്നാമതായി ഈ ഏപ്രിൽ 23 തീയതി ബുധനാഴ്ച നവപഞ്ചമയോഗം കൊണ്ട് ജീവിതത്തിൽ ചില നേട്ടങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരാണ്. ഈ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ വളരെയധികം അധ്വാനിക്കുന്നുണ്ടെങ്കിലും കടബാധ്യതകൾ കൊണ്ടും കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും കയ്യിൽ വരുന്ന പണമൊന്നും തന്നെ ബാക്കി നിൽക്കാത്ത അവസ്ഥയാണ്. കടബാധ്യതകൾ തീർക്കുവാനായി ഉള്ള ഭൂമിയുടെ കച്ചവടമെങ്കിലും നടക്കുവാനായി ആഗ്രഹിക്കുന്നവരും ഏറെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ ഏപ്രിൽ 23 തീയതി ഭാഗ്യദിനമാണ്. നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടം വരുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം വളരെ നിസ്സാരമായി നിങ്ങൾ തരണം ചെയ്യുകയും പല കാര്യങ്ങളും നേതൃത്വം നൽകി ചെയ്യുവാനും പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ബുധനാഴ്ച. അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ വരെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. മാത്രമല്ല, തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളൊക്കെ ജോലിസ്ഥലങ്ങളിൽ വളരെയേറെ മികവ് പുലർത്തുന്നതിനാൽ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന്
അതിനനുസരിച്ചുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു സ്നേഹ സമ്മാനം ലഭിക്കുകയോ അതുപോലെ തന്നെ നേരെ തിരിച്ച് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സമ്മാനം ലഭിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള സന്തോഷ നിമിഷങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകും. എന്തുകൊണ്ടും ഈ ഏപ്രിൽ മാസം 23-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ഇനി അവസാനമായി ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് ഈ ഏപ്രിൽ 23-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ശിവപാർവതിമാരുടെ അനുഗ്രഹവും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ചില കച്ചവടങ്ങളും ബിസിനസ്സുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ബുധനാഴ്ച. അതുപോലെ തന്നെ വീട്ടിലെ ചില സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായി നിങ്ങൾക്ക് ഈ ദിവസം കുറച്ച് പണം ചിലവഴിക്കേണ്ടി വരും. എന്നാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമാവില്ല. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ചില നിയമ പ്രശ്നങ്ങൾ കൊണ്ടും ഭൂമി തർക്കങ്ങൾ കൊണ്ടുമൊക്കെ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഏപ്രിൽ 23-ാം തീയതി ബുധനാഴ്ച നടക്കും. പൊതുവെ പറഞ്ഞാൽ മകരം രാശിക്കാരിലേക്ക് ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് മാത്രമല്ല, സാമ്പത്തിക നേട്ടങ്ങളും മാനസിക സന്തോഷവും എല്ലാം ഒന്നിച്ച് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 രാശിക്കാർക്കും ഈ ഭാഗ്യങ്ങളോടൊപ്പം തന്നെ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹവും ഏറെ ലഭിക്കുന്നതിനാൽ നിങ്ങൾ ഈ ഏപ്രിൽ 23-ാം തീയതി കൂടുതലായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.